എൻ്റെ കൂട്ടുകാരെ, അങ്ങനെ ഗംഗയും വിനീതും ഒക്കെ നമ്മുടെ ഗംഗയുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, തിരുവനന്തപുരത്ത്. അവർക്കാണെച്ചെങ്കിൽ ഒരു സ്റ്റിച്ചിങ് സെൻറ്ററും അങ്ങനെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. അപ്പം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ ഇവർക്കും അവിടെ സ്റ്റിച്ച് ചെയ്യാം, അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇൻകം ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഗംഗയും നമ്മുടെ വിനീതും കൂടി നിൽക്കുന്നത്. അങ്ങനെ ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവും അതിൻ്റെ ഗംഗയുടെ ഫ്രണ്ട് വന്നിട്ട് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും ഇങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മാറണമെന്ന്, എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞ് അവർക്കൊരു ഇഷ്ടമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ അവർ ആകെ ഒരു ധർമ്മസങ്കടത്തിലാവും, എങ്ങനെ അവിടെ നിന്ന് മാറണം, ഒരു വീട് പെട്ടെന്ന് ശരിയാവണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. പിറ്റേ ദിവസം കാവേരിയും ശാരദയും കൂടിയിട്ട് അമ്പലത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ അമ്പലത്തിൽ ചെന്നിട്ട് കാവേരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ ഇനി അവിടെ നിന്ന് പുഷ്പവാടിയിൽ നിന്ന് വന്നതിന് ശേഷം ഇനി എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല, നീ തന്നെ ഞങ്ങളെ കാത്തോളണേ എന്ന് പറയുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ശാരദയും അവിടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ശാരദയും നീലമോളുടെ സർജറിയുടെ കാര്യവും ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു തൊഴിലും വീടും ഒക്കെ ശരിയാക്കി തരണേ എന്ന് പറഞ്ഞിട്ടാണ് ശാരദയും പ്രാർത്ഥിക്കുന്നത്. ഇതേ സമയം നമ്മുടെ നരേൻ്റെ മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട്. ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്പലത്തിലോട്ട് തന്നെയാണ് നരേൻ്റെ മുത്തശ്ശിയും വരുന്നത്. അപ്പോൾ അവർ കാറിലാണ് വരുന്നത്. അപ്പോൾ സാധാരണ അവരുടെ മകൾ കൂടെ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇന്ന് അവരുടെ മകളില്ല. അങ്ങനെ നരേൻ്റെ മുത്തശ്ശി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ട് നിൽക്കുമ്പോഴാണ് കാവേരിയെ കാണുന്നത്. അപ്പോൾ കാവേരിയെ കണ്ടപ്പം ഇങ്ങനെ മുത്തശ്ശി നോക്കി നിൽക്കും. എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, നല്ലൊരു ഐശ്വര്യമുള്ള കുട്ടി, ഇതുപോലത്തെ ഒരു കുട്ടിയെ ദൈവമേ എനിക്ക് തരണേ, എൻ്റെ നരേൻ മോൻ്റെ ജീവിതം ഇങ്ങനെ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്, നീ എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു നല്ല കുട്ടിയെ തരണേ, എങ്ങനെയെങ്കിലും അവൻ്റെ വിവാഹം ഒന്ന് നടക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് മുത്തശ്ശി നിൽക്കണം. അപ്പോൾ അതേ സമയത്ത് കാവേരിക്ക് പൂജാരി പൂജ കഴിഞ്ഞതിൻ്റെ ഇതൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ കാവേരി രേവതി നക്ഷത്രം എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി അത് കേൾക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പ്രദക്ഷിണം വയ്ക്കാൻ പോകും. അങ്ങനെ കാവേരിയും പിന്നാലെ പ്രദക്ഷിണം വയ്ക്കാൻ പോകുന്നുണ്ട്. ആ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശിക്ക് ഒരു തളർച്ച പോലെ തോന്നിയിട്ട് മുത്തശ്ശി പെട്ടെന്ന് വീഴാൻ പോകും. അപ്പോൾ അത് കാവേരി കാണുകയാണ്. അപ്പോൾ കാവേരി കണ്ടപ്പോൾ അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് കാവേരി പോയി പിടിച്ച് എണീപ്പിക്കും. അങ്ങനെ അവിടെ നിന്ന് ആൾക്കാരോട് പറയും, കാവേരി കുറച്ച് വെള്ളം കൊടുന്നു തരുമോ എന്ന് ചോദിക്കുക. അങ്ങനെ കാവേരി വെള്ളമൊക്കെ ആരോ ഒന്ന് വെള്ളം കൊടുന്നു കൊടുക്കും. അപ്പോൾ അത് കുടിപ്പിക്കും. അപ്പോൾ ഈ മുത്തശ്ശി പറയും, മുത്തശ്ശിയുടെ കയ്യിലൊരു ഗുളികയുണ്ട്, ആ ബാഗിലൊരു ഗുളികയുണ്ട്, അപ്പോൾ അത് പറയും മുത്തശ്ശി. അപ്പോൾ കാവേരിയിൽ നിന്ന് ഗുളിക എടുത്ത് കൊടുത്ത് മുത്തശ്ശീനെ എണീപ്പിക്കുകയാണ്. അപ്പോഴാണ് ശാരദ അത് കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഒരാൾക്കൂട്ടം കണ്ടപ്പോൾ ശാരദ ഒരാളോട് ചോദിക്കും, എന്താ അവിടെയെന്ന്. അവിടെ ഒരു കുട്ടിയുടെ അമ്മ വീണതാണെന്ന് തോന്നുന്നു, തളർന്നിട്ട് എന്ന് പറയും. അങ്ങനെ ശാരദ വന്ന് നോക്കുമ്പോഴാണ് കാവേരിയും ഈ സ്ത്രീയാണ്, അംബികാമ്മയാണ്. അപ്പോൾ കാവേരി ഇങ്ങനെ എണീപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കാവേരി പറയും, അംബികാമ്മയുടെ ഇതാണ് എൻ്റെ അമ്മ എന്ന്. അപ്പോൾ ശാരദ ചോദിക്കും, അല്ല നിനക്കൊരു അമ്മയെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ അവിടെ ഒരാളെന്ന്. അപ്പോൾ അംബിക പറയും, നല്ലത് ഇതേപോലത്തെ ഒരു മോളെ കിട്ടുന്നത് എല്ലാം ഒരു അനുഗ്രഹം തന്നെയാണ്, നല്ലൊരു ഐശ്വര്യമുള്ള മോള്, ഈ മോളുള്ളത് കാരണമാണ് എനിക്കിന്ന് ഞാൻ വീഴാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് നല്ല വാക്കുകൾ പറയാണ് കാവേരിയെ കുറിച്ചിട്ട്. അപ്പോൾ ശാരദ പറയും, ഇവളുടെ കാര്യം ആലോചിച്ചിട്ട് തന്നെയാണ് പ്രശ്നം എന്ന് പറയുകയാണ്. അപ്പം അംബിക പറയും, എനിക്ക് ഈ മോളെ ഇങ്ങ് തരുമോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ മോളേനെ. അപ്പം ശാരദ പറയും, എടുത്തോളൂ ഇതുപോലത്തെ ഒരു സാധനത്തിന് എവിടെ കൊടുക്കുമെന്ന് ആലോചിച്ചിട്ട് നിൽക്കുകയായിരുന്നു ഞാനെന്ന് ശാരദയും ഇങ്ങനെ തമാശ രൂപേണ പറയും. അത് കഴിഞ്ഞതിന് ശേഷം ശാരദ അംബികാമ്മോട് അവരുടെ കഥ പറയുകയാണ്. അതായത് അവരുടെ ശരിക്കുള്ള സ്ഥലം പുഷ്പവാടിയാണെന്നും അവരിങ്ങോട്ട് അവരുടെ മകളുടെ സർജറിക്ക് വേണ്ടി വന്നതാണെന്നും, അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ എല്ലാവർക്കും നോക്കണം, ഇവളുടെ ഡിഗ്രി കഴിഞ്ഞാണ് മൂത്ത മോളും മരുമകനും നന്നായിട്ട് അയക്കും, ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിൽക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് അംബികയോട് ശാരദാമ്മ. പക്ഷെ ഞങ്ങൾക്കൊരു വീട് ഇതുവരെ ശരിയായിട്ടില്ല, ഇപ്പോൾ ഒരു കൂട്ടുകാരുടെ വീട്ടിലാണ് നിൽക്കുന്നത്, അവിടെ നിന്ന് തന്നെ 1-2 ദിവസത്തിനുള്ളിലൊക്കെ തന്നെ ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് വിവരങ്ങൾ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ശാരദ പറയുക, ആ മോളെ നീ പോയിട്ട് ഒരു പ്രസാദം വാങ്ങിക്കൂ, വേറെ ഒന്നുമല്ല എൻ്റെ കൊച്ചുമകൻ്റെ പേരിൽ ഒരു വഴിപാട് ചെയ്തിട്ടുണ്ട്, ആ വഴിപാടിൻ്റെ പ്രസാദം ഒന്ന് പോയി വാങ്ങിക്കൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാവേരി പറയും, ആ ശരി ഞാൻ പോയി വാങ്ങിക്കാം. അപ്പോൾ ആ മുത്തശ്ശി അംബിക പറഞ്ഞു കൊടുക്കും, നരേൻ എന്നാണ് പേര്, പൂര നക്ഷത്രം ആണ് നരേൻ എന്ന് പറയും. അപ്പോൾ കാവേരി ആ പേരൊന്ന് ഉച്ചരിക്കും മനസ്സിൽ. അതിനുശേഷം കാവേരി അത്
വാങ്ങിക്കാൻ വേണ്ടി പോവും. അങ്ങനെ പ്രസാദം വാങ്ങിയിട്ട് വരുമ്പോൾ മുത്തശ്ശി പറയാണ് ശാരദയോട്, എൻ്റെ കൊച്ചുമോനാണ് നരേൻ, അവന് വിവാഹമൊന്നും ശരിയാവുന്നില്ല, അവൻ്റെ വിവാഹം ശരിയാവാൻ വേണ്ടിയിട്ട് 108 ദിവസത്തെ പൂജയാണ്. അപ്പോൾ ഇന്നാണ് 108ാമത്തെ ദിവസം എന്ന് പറയുകയാണ്. അപ്പോൾ ആ പ്രസാദമാണ് നമ്മുടെ കാവേരി വാങ്ങിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു നിമിത്തമാണത്. ഇനി കാവേരിയും നരേനും ഒന്നിക്കാനുള്ള എല്ലാ വഴികളും ദൈവമായിട്ട് തന്നെ അവർക്ക് മുന്നിലോട്ട് കൊടുത്തു നിർത്തുന്നതാണ് കാണുന്നത്. അങ്ങനെ ശാരദ പറയും, എന്തായാലും ഒക്കെ വിചാരിച്ചതുപോലെ നടക്കും അമ്മേ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് വീടൊന്നും ശരിയായിട്ടില്ല, ഇനി അതിൻ്റെ ഒരു അന്വേഷണമാണ് ഞങ്ങൾക്ക് മെയിനായിട്ടുള്ള ഒരു പണി എന്നൊക്കെ ശാരദ പറയുകയാണ്. അപ്പോൾ അംബിക പറയും, എന്നാൽ ശരി നമുക്കിനി എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം ഇതുപോലെയെന്ന്. അംബിക പറയും, അപ്പോൾ ശാരദ പറയും, കാണാനുള്ള സാധ്യത വളരെ കുറവാണ്, കാരണം ഈ ഞങ്ങൾക്ക് എവിടെ വീട് കിട്ടുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവിടെ നിന്ന് ഇപ്പോൾ വീട് കിട്ടുന്നിടത്തുനിന്ന് ഇപ്പോൾ എന്തായാലും ഈ ക്ഷേത്രത്തിലോട്ട് വരാനുള്ള സാധ്യതയും കുറവാണ് എന്ന് പറയുകയാണ്. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് പോകാൻ നേരത്ത് അംബിക പറയും, ഒരു വീടുണ്ട് ശാരദ, ഞങ്ങളൊരു ഔട്ട് ഹൗസാണ്, അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിലൊന്ന് നോക്കാമെന്ന്. അപ്പോൾ ശാരദ പറയും, അത് ഞങ്ങൾ 6-7 പേരുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഇതൊരു പഴയ വീടാണ്, നിങ്ങൾക്ക് പറ്റിച്ചെങ്കിൽ പോരൂ എന്ന് പറയുകയാണ്. അങ്ങനെ ശാരദയും കാവേരിയും അംബികാമ്മയുടെ കൂടെ ആ കാറിൽ കയറി അംബികാമ്മയുടെ വീട്ടിലെത്തുകയാണ്. അപ്പോൾ ഈ വീട് കണ്ടപ്പോഴാണ് കാവേരി ഇങ്ങനെ ആലോചിക്കുന്നത്, ഈ വീട് ഞാൻ മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. യഥാർത്ഥത്തിൽ കാവേരി കണ്ടിട്ടുണ്ട്, കാരണം കാവേരി ഇവരുടെ, അതായത് നരേൻ്റെ മുത്തശ്ശനെ അന്വേഷിച്ചിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ വീട് പുറത്തുനിന്നാണ് കണ്ടിട്ടുള്ളത്, അതൊന്നും കാവേരിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഈ വീട് ഇങ്ങനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാവേരി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ശാരദയോട് പറയാം, അമ്മ ഞാൻ ഈ വീട് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ശാരദ പറയും, നിനക്ക് തോന്നിയതാവും, അല്ലെങ്കിൽ നീ അല്ല സ്വപ്നത്തിലായിരിക്കും കണ്ടിരിക്കുക എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അംബിക ഉമ്മറത്തോട്ട് കയറി വരുമ്പോൾ അംബികയുടെ ഭർത്താവ് നരേൻ്റെ മുത്തശ്ശൻ ഹെഡ്സെറ്റ് വെച്ചിരുന്ന് പാട്ട് കേൾക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരെ ഇവർ വന്നോന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരുടെ ഒരു ജോലിക്കാർ സീമ അങ്ങോട്ട് വരും. എന്നിട്ട് സീമ ചോദിക്കും, ആരാ അംബികാമ്മ ഇതെന്ന്. ഇതൊക്കെയുണ്ട്, ഞാൻ നമ്മുടെ ഔട്ട് ഹൗസ് കാണിക്കാൻ വേണ്ടി കൊടുത്തതാണ്, ഔട്ട് ഹൗസിൻ്റെ താക്കോൽ എവിടെയാണെന്ന്. അപ്പോൾ സീമ പറയും, ഔട്ട് ഹൗസിൻ്റെ താക്കോൽ നരേൻ മോൻ്റെ കയ്യിലല്ലേ, അവനാണെങ്കിൽ പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ അംബിക ചോദിക്കാൻ എവിടേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ സീമ പറയും, അതറിയില്ല, ഇങ്ങനെ നരേൻ മോൻ്റെ കാര്യമില്ലേ, എപ്പോഴാണ് പോവുക എപ്പോഴാണ് തിരിച്ചു വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അംബികാമ്മ പറയും, ആ ശരി, താക്കോല് വീടിൻ്റെ ഉൾഭാഗം കണ്ടില്ലെങ്കിലും വേണ്ട, പുറംഭാഗം കാണിക്കാമല്ലോ എന്ന് പറഞ്ഞ് അംബികാമ്മ അവരെയും കൂട്ടിയിട്ട് ആ വീടിൻ്റെ ചുറ്റും കറങ്ങി നടന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വീട് നല്ല പഴയ ഒരു തറവാട് വീട് പോലത്തെ ഒരു വീടാണ്, നല്ല ഭംഗിയുള്ളൊരു നല്ല ഐശ്വര്യമുള്ള വീടാണ്. അപ്പം അംബികാമ്മ പറയും, 19 വർഷം മുൻപ് ഈ വീട്ടിൽ ഗൃഹപ്രവേശത്തിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി അതിൻ്റെ ഭർത്താവിൻ്റെ കയ്യും പിടിച്ച് വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ശാരദാമ്മ ചോദിക്കും, അതാരാ? അപ്പം അംബികാമ്മ പറയും, ഞാൻ തന്നെ, ഞാനല്ലാണ്ട് വേറെ ആരാ, ഇത് എന്നെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന വീടാണ്, പിന്നെ ഈ വീട്ടിൽ നിന്നിട്ടാണ് ചേട്ടൻ എല്ലാം ഉണ്ടാക്കിയത്, ആ കാണുന്ന വീടും ഞങ്ങളെ സ്വത്തും സർവ്വതും എല്ലാം ഉണ്ടാക്കിയത് ഈ വീട്ടിൽ നിന്നാണ്, നല്ല ഐശ്വര്യമുള്ള ഒരു വീടാണ് എന്നൊക്കെ പറയുകയാണ് അംബികാമ്മ ശാരദയുടെ അടുത്ത്. അങ്ങനെ വീടും പരിസരമൊക്കെ ചുറ്റി നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ കാവേരിയും ഇതിന് ചുറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ കാവേരി ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ഈ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നരേൻ്റെ ഇപ്പോൾ താമസിക്കുന്ന വീട് വളരെ അടുത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവർ ചുറ്റി നടന്ന് അവർ മൊത്തത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർ തിരിച്ച് അംബികാമ്മയുടെ ഇപ്പോൾ ഉള്ള വീട്ടിലോട്ട് തന്നെ വരികയാണ്. അതായത് രണ്ടും ശരിക്കും ഒരു കോമ്പൗണ്ടിലാന്ന് പറയുമ്പോൾ ഒരു മതിലിൻ്റെ വ്യത്യാസം എത്രയുള്ളൂ, അത്രയും അടുത്താണ്. അങ്ങനെ അവർ ആ വീടൊക്കെ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ തിരിച്ചു വരികയാണ് നരേൻ്റെ മുത്തച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്.